മട്ടന്നൂർ നഗരസഭയിലെ അംഗൻവാടി ഹെൽപ്പർ വർക്കർ നിയമന പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആളുകൾ CPM നേതാക്കളുടെ ബന്ധുക്കളും പ്രവർത്തകരുമാണെന്ന് ആരോപിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഭയങ്കര സംഭവം വേണ്ടതൊന്നുമില്ല, വേണ്ടാതിലുണ്ട്. നിയമപരമായിട്ട് ഇതെല്ലാം ഇതൊരു പൗരന്റെ അവകാശമാണ്. ഒരു ഓഫീസിന്റെ വിവരാവകാശം ആർക്ക് കൊടുക്കണം എന്നുള്ള അതിന്റെ വ്യക്തമായ അഡ്രസ് ഇവിടെ വെക്കണം. വേണ്ടേ? നിങ്ങൾക്കറിയില്ലേ? അതൊക്കെ നമ്മൾ പറയുന്നത്. നിങ്ങളോട് വായ്പ ഉപയോഗിക്കാൻ വന്നല്ല. പിന്നെ നിങ്ങളെന്താ പറയുന്നേ? വേണ്ടുന്ന പറയാം. നമ്മൾ വേണ്ടതിന്റെ പറയും. ഒരു പൗരന്റെ അവകാശമാണ്. ഒരു ഓഫീസിൽ വന്നാൽ വിവരാവകാശം ആർക്ക് കൊടുക്കണം, അഡ്രസ് കൊടുക്കുക. മട്ടന്നൂർ നഗരസഭയിലെ അംഗൻവാടി ഹെൽപ്പർ വർക്കർ നിയമന പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ആളുകൾ CPM നേതാക്കളുടെ ബന്ധുക്കളും പ്രവർത്തകരുമാണെന്നാരോപിച്ച് UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. പട്ടിക റദ്ദ് ചെയ്യാൻ നഗരസഭ പ്രമേയം പാസാക്കണമെന്നാണ് UDF ആവശ്യപ്പെട്ടത്. എന്നാൽ വിഷയം ചർച്ച ചെയ്യാമെന്നും നഗരസഭയ്ക്ക് വിഷയത്തിൽ റോളില്ലെന്നും ചെയർമാൻ N. ഷാജിദ് മാസ്റ്റർ പറഞ്ഞു. നിയമന പാനലിൽ ഉദ്യോഗസ്ഥ പ്രതിനിധികൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ മുഴുവൻ മട്ടന്നൂരിലെ CPM നേതാക്കളായിരുന്നുവെന്നാണ് UDF ആരോപണം. പട്ടികയിലെ 15 പേരിൽ ഇടം പിടിച്ച 2 പേർ ജോലിയിൽ പ്രവേശിച്ചു. വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമരപരിപാടിയുമായി മുൻപോട്ട് പോകുമെന്ന് കൗൺസിലർമാരായ രാഘവൻ മാസ്റ്റർ, VN മുഹമ്മദ്, PP ജലീൽ എന്നിവർ അറിയിച്ചു. 15 പേരിൽ നമ്മൾ ഏകദേശം മനസ്സിലാക്കിയെടുത്തോളം മുൻ കൗൺസിലർമാരുണ്ട്. 2012 കൗൺസിലർ പ്രസീദ, വൈസ് ചെയർപേഴ്സണുടെ മകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് നഗരസഭയിൽ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ബന്ധുമിത്രാദികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയും കൂടുതൽ പഠിച്ച് അർഹതപ്പെട്ട ആളുകൾക്ക് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിയമപരവും രാഷ്ട്രീയപരമായ പോരാട്ടത്തിന് UDF നേതൃത്വം. അതുപോലെ തന്നെ ഇവരുണ്ടാക്കിയ ബോർഡ് മറ്റ് നഗരസഭയിൽ പരിശോധിച്ചപ്പോൾ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉൾപ്പെടുത്തിയുള്ള ബോർഡാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പ്രാധാന്യം കൊടുത്തുള്ള ബോർഡായിരുന്നു ഉണ്ടാക്കാറ്. പക്ഷേ മട്ടന്നൂർ നഗരസഭയിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു, ലോക്കൽ കമ്മിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു, ബ്രാഞ്ച് കമ്മിറ്റിക്ക് പ്രാധാന്യം കൊടുത്തു എന്നല്ലാതെ നമ്മുടെ നഗരസഭാ പരിധിക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയും